കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടക്കാതെ പോയല്ലോ. പ്ലാൻ എന്തായിരുന്നെന്ന് ചേച്ചി എന്നോടുകൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം കണക്കൂട്ടിയതുപോലെ നടന്നേനെ. ഓ, ഇനി അതിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വരെ നിന്നെ അറിയിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ വലിയ സക്സസ് ആയിരുന്നല്ലോ. അവരോടൊപ്പം അമൃതയും കൂടി കേറി വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നിന്നെ ഓർത്ത അവളെ ഒന്നും ചെയ്യാതെ വിട്ടത്. ഞാൻ ഒന്നേ നോക്കുന്നുള്ളൂ, നമ്മൾ വിചാരിച്ചതെല്ലാം നടന്നില്ലെങ്കിലും നടക്കേണ്ട കാര്യം നടന്നല്ലോ, അത് മതി. കരുതിയതുപോലെ ഇരട്ടകളെ രണ്ടെണ്ണത്തിനെയും പൂർണ്ണ വികലാംഗരാക്കാൻ പറ്റിയില്ലെങ്കിലും അതുങ്ങളുടെ SI സെലക്ഷൻ നമ്മൾ മുടക്കി. അതായിരുന്നല്ലോ നമ്മളുടെ ഉദ്ദേശവും. പിന്നെന്താ? അതിനെന്താ ഉറപ്പ്? എടാ, ആരാധ്യയുടെ തോളല് തകർന്നതുകൊണ്ട് സർജറി കഴിഞ്ഞ് സ്റ്റീൽ ഇട്ടിരിക്കുക. ആ സ്ഥിതിക്ക് ഇനി ഒരിക്കലും ആരാധ്യക്ക് പോലീസിൽ കയറാനാവില്ലെന്ന് ഉറപ്പാണല്ലോ. അപ്പോഴും മറ്റോളുണ്ടല്ലോ, ആതിര. ആരാധ്യ ഇല്ലാതെ ആതിര മാത്രം അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലടാ. ഒരുത്തി ഇല്ലാത്തത് കൊണ്ട് മറ്റവളും പോവില്ല. എന്റെ മക്കൾക്കെതിരെ നടന്ന ഈ അക്രമത്തിന് പിന്നിൽ നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. സംസാരിച്ച നീ എന്തിയോടി? നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും ഇന്ന് ഞാനത് ചെയ്തിരിക്കും കലാവതി. ഇല്ലോടി ഞാൻ ചേച്ചി, ചേച്ചി, ഇനി ഒരിക്കൽ കൂടി എന്റെ ചേച്ചിയുടെ ദേഹത്തെങ്ങനെ നിങ്ങൾ തൊട്ടാ അളിയനാന്നുള്ള പരിഗണന അതോടങ്ങ് തീരും. കയ്യും കാലും തല്ലിയൊടിച്ചൊരു മൂലയ്ക്ക് ഞാനിടും, പറഞ്ഞേക്കാം. എന്നെ വെല്ലുവിളിക്കാൻ നീ വളർന്നിട്ടില്ല മഹേന്ദ്ര. ആകാശം നിന്നെ പഞ്ഞിക്കിട്ട കഥയൊക്കെ എനിക്കറിയാം. ആണുങ്ങളെ പോലെ തിരിച്ചടിക്കാതെ മോങ്ങിക്കൊണ്ടുവന്ന മോനല്ലേ നീ. പോലീസിൽ കള്ളപ്പരാതി കൊടുത്തല്ലേ നിന്റെ വീര്യം തെളിയിച്ചത്. ആ നീയാണോടാ എന്റെ കയ്യും കാലും തല്ലി ഓടിക്കാൻ വരുന്നത്? നിങ്ങളുടെ വേവ് എനിക്ക് മനസ്സിലായി. സെന്റിമെന്റ്സും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന നിങ്ങളെ മക്കള് 4 പേരും കൂടെ ചേർന്ന് അടിച്ചിറക്കിയ കഥയൊക്കെ ഞാൻ അറിഞ്ഞു ചന്ദ്ര. അവര് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുത്താലേ അതോടെ നിങ്ങൾ അകത്താ. അങ്ങനൊരവസ്ഥ ഉണ്ടായാ നിന്നെ കൊന്നിട്ടേ ഞാൻ അകത്തു പോകൂ. അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ഇവിടെ മാത്രമല്ല, നിന്നെയും. ആണായാലും പെണ്ണായാലും എതിരാളികളോട് നേർക്ക് നേർ നിന്ന് പൊരുതണം. അല്ലാതെ ആട്ടുംതോലിട്ട ചെന്നായെ പോലെ സ്നേഹം നടിച്ച് അവരുടെ കൂടെ നിന്ന് ചതിക്കുന്നതേ രാക്ഷസികളുടെ സ്വഭാവം. സമ്മതിച്ചു ചന്ദ്ര, ഞാൻ രാക്ഷസി തന്നെയാ. നിങ്ങള് പിന്നെ ദേവലോകത്ത് നിന്ന് നൂലില് കെട്ടിയിറങ്ങിയ ദേവനാണല്ലോ. ചെന്ന് മക്കളെ രക്ഷിക്കാൻ പറ്റുമെങ്കിലേ രക്ഷിക്കും. അവരെ രക്ഷിക്കുക മാത്രമല്ല, ശിക്ഷിക്കേണ്ടവരെ ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.